ശബരിമലയിലെ ഈ സ്വർണം കട്ടുകൊണ്ട് പോയതിൻ്റെ ഡൈവേർഷനിലേക്ക് കേസ് ഇങ്ങനെ ഡൈവേഴ്സ് ചെയ്ത് വൈവിധ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4 സ്റ്റേറ്റുകൾ ഇതിനകത്ത് ബന്ധിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലുള്ള ഉണ്ണികൃഷ്ണൻ, ഹൈദരാബാദിലുള്ള നാഗേഷ്, അതുപോലെ സ്മാർട്ട് ക്രിയേഷൻ മദ്രാസ്, ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ്, പിന്നെ കർണാടകത്തിലെ രമേശ്. അങ്ങനെ 4 സംസ്ഥാനങ്ങൾ, ശബരിമല അയ്യപ്പൻ്റെ അടുത്ത് ആളുകൾ കൂടുതൽ വരുന്ന 4 സംസ്ഥാനങ്ങൾ. ഈ തെക്കേ ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളെയും ദക്ഷിണ ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലെയും കള്ളന്മാർ കൂടി ഒന്നിച്ച് നിന്നിട്ടാണ് അയ്യപ്പൻ്റെ ഈ സ്വർണം അടിച്ചുകൊണ്ട് പോയത്. പിന്നെ ദേവസ്വം ബോർഡിലുള്ള കാട്ടുകള്ളന്മാരും കൂടി. അപ്പോൾ കുറേ കാട്ടുകള്ളന്മാരും വെളിയിലുള്ള കള്ളന്മാരും എല്ലാം കൂടെ വന്നാണ് ഈ സ്വത്ത്, അയ്യൻ്റെ സ്വത്ത് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പിന്നെ വാജീവാഹിനി തന്ത്രിയുടെ കയ്യിലിരിക്കും, തന്ത്രി തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. വാജീവാഹിനി തന്ത്രിയുടെ വീട്ടിൽ വച്ചിരുന്നാൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് വീട്ടിൽ വെച്ചതെന്ന് പറയുന്നു. അതിനിപ്പോൾ ആറന്മുള കൊണ്ടുവയ്ക്കുമെന്ന് പറയാം. കാരണം ആറന്മുളയാണ് ഈ ആഭരണങ്ങളെല്ലാം കൊണ്ടുവയ്ക്കുന്നത്. ശബരിമല സുരക്ഷിതമല്ലാത്തത് കൊണ്ട്, കാട്ടിനകത്തൊക്കെ ആയതുകൊണ്ട്, ഇപ്പം സുരക്ഷിതമാണ്. പണ്ട് കാലത്താണ് ഈ സുരക്ഷിതത്വ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പലവട്ടം അവിടെ മോഷണവും പിന്നെ തീവെട്ടിക്കൊള്ളയും തീവെപ്പൊക്കെ നടന്നത് കൊണ്ട് ഈ ആഭരണങ്ങളെല്ലാം കൂടി പിന്നെ അയ്യന് അല്ലെങ്കിൽ അയ്യപ്പന് അണിയാൻ, മണികണ്ഠൻ അണിയാനുള്ള ആഭരണങ്ങളെല്ലാം കൂടി തിരുവാഭരണ ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്.